നമസ്കാരം. പത്തനംതിട്ടയിൽ സ്ത്രീകളടക്കമുള്ള യാത്രക്കാരെ ആളുമാറി മർദ്ദിച്ച സംഭവത്തിൽ സസ്പെൻഷനിലായ എസ്ഐക്ക് +2 വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയത് ഒരാഴ്ച മുൻപ്. ജനുവരി 28-നായിരുന്നു ഈ സംഭവം. പത്തനംതിട്ട സ്റ്റാൻഡിൽ സ്ത്രീകളെ ശല്യം ചെയ്യുന്നതായി ഫോൺ സന്ദേശം കിട്ടിയതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയപ്പോഴായിരുന്നു എസ്ഐക്ക് യുവാവിൻ്റെ ആക്രമണം നേരിടേണ്ടി വന്നത്. വൈകിട്ട് 5 മണിക്കായിരുന്നു ഈ സംഭവം. സ്ഥലത്ത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഇയാളെ എസ്ഐയുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചു. പേരുവിവരം ചോദിച്ച എസ്ഐയോട് തട്ടിക്കയറി സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അക്രമാസക്തനാവുകയായിരുന്നു. കേസിൽ ജിബിൻ ബിജു എന്ന യുവാവിനെയാണ് പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തത്. എസ്ഐ ജിനുവിനെ കയ്യേറ്റം ചെയ്യുകയും തള്ളി താഴെയിട്ട ശേഷം കമ്പെടുത്ത് തലയ്ക്ക് പിന്നിൽ അടിക്കുകയും യൂണിഫോം വലിച്ചു പൊട്ടിക്കുകയും ചെയ്തു. കൂടുതൽ പോലീസ് എത്തി ഇയാളെ നിയന്ത്രണത്തിലാക്കിയാണ് പിന്നീട് സ്റ്റേഷനിലെത്തിച്ചത്. അന്ന് എസ്ഐ ജിനു ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. എസ്ഐയുടെ മൊഴി പ്രകാരം ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ദേഹോപദ്രവം ഏൽപ്പിച്ചതിനും യുവാവിനെതിരെ കേസുമെടുത്തിരുന്നു. അതേസമയം ആളുമാറി മർദ്ദിച്ച സംഭവത്തിൽ എസ്ഐ ജിനുവിനും 2 പോലീസുകാർക്കുമാണ് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. DIG അജിത ബീഗമാണ് നടപടി സ്വീകരിച്ചത്. പത്തനംതിട്ട സ്റ്റേഷനിലെ എസ്ഐ JU ജിനു, CPMമാരായ ജോബിൻ ജോസഫ്, അഷ്ഫാഖ് എന്നിവർക്കെതിരെയാണ് നടപടി. 3 പേർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. നേരത്തെ എസ്ഐ ജിനുവിനെ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു. പ്രാഥമിക അന്വേഷണത്തിനൊടുവിലാണ് സ്ഥലമാറ്റം. എന്നാൽ നടപടി കുറഞ്ഞു പോയെന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്നും മർദ്ദനമേറ്റവർ പറഞ്ഞിരുന്നു. സ്ഥലമാറ്റം പ്രാരംഭ നടപടി മാത്രമാണെന്നായിരുന്നു അപ്പോൾ പോലീസിന്റെ വിശദീകരണം. ഇതിനു പിന്നാലെയാണ് എസ്ഐ അടക്കം 3 പേർക്ക് സസ്പെൻഷൻ കിട്ടിയത്. ദളിത് വിഭാഗത്തിൽപ്പെട്ട തങ്ങളെ എവിടെ കണ്ടാലും തല്ലാമെന്ന ബോധമാവും എസ്ഐക്കുള്ളതെന്ന് മർദ്ദനമേറ്റ യാത്രക്കാർ പ്രതികരിച്ചിരുന്നു. എസ്ഐക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. സംഭവത്തിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മർദ്ദനമേറ്റ സിത്താരയുടെ പരാതിയിൽ പോലീസിനെതിരെയും ബാർ ജീവനക്കാരുടെ പരാതിയിൽ ബാറിൽ പ്രശ്നമുണ്ടാക്കിയ 10 പേർക്കുമെതിരെയാണ് കേസെടുത്തത്. വിഷയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മുണ്ടക്കയം പുഞ്ചവയൽ കുളത്താശ്ശേരിയിൽ ശ്രീജിത്ത്, ഭാര്യ എരുമേലി മൂലക്കയം ചെളിക്കുഴിയിൽ CT സിത്താരമോൾ, ആലപ്പുഴ നെഹ്റു ട്രോഫി വാർഡിൽ ഷിജിൻ എന്നിവരെയാണ് ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെ അബാൻ ജംഗ്ഷനിൽ വെച്ച് പോലീസ് സംഘം പൊതിരെ തല്ലിയത്. പോലീസ് ഡ്രൈവർ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തതിനാൽ നടപടിയിൽ നിന്ന് ഒഴിവാക്കി. അടൂരിൽ സിതാരയുടെ സഹോദരന്റെ മകളുടെ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്ത് ട്രാവലറിൽ മടങ്ങിയ സംഘത്തിന് നേരെയായിരുന്നു പോലീസ് അതിക്രമം. ഇവർക്കൊപ്പമുണ്ടായിരുന്ന മലയാളപ്പുഴ പുതുക്കുളം സ്വദേശിയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഭർത്താവെത്തി അബാൻ ജംഗ്ഷനിൽ കാത്തുനിന്നിരുന്നു. ഇവരെ ഇറക്കിവിടാൻ വേണ്ടി വണ്ടി നിർത്തിയപ്പോൾ യുവതിയടക്കം 5 പേർ പുറത്തിറങ്ങി നിന്നു. സെൽഫി എടുപ്പും മറ്റുമായി റോഡരികിൽ നിന്ന് ഇവരെ പാഞ്ഞെത്തിയ പോലീസ് വാഹനത്തിൽ നിന്ന് മഫ്തി വേഷത്തിൽ ചാടിയിറങ്ങിയ എസ്ഐയും സംഘവും പൊതിരെ തല്ലുകയായിരുന്നു. ഓടടാ എന്ന് പറഞ്ഞ് പിന്നാലെ ചെന്ന് എല്ലാവരെയും തല്ലി. ഇതിനിടയ്ക്ക് സിതാരയ്ക്ക് മർദ്ദനമേൽക്കാതിരിക്കാൻ സഹോദരനായ ഷിജിൻ ശ്രമിച്ചു. പോലീസിനെ ഭയന്നോടിയ സിതാര ഇതിനിടെ വീണു. സിതാരയെ നിലത്തിട്ട് ബൂട്ടിട്ട് ചവിട്ടിയെന്നും പറയുന്നു. ഷിജിനെയും പൊതിരെ തല്ലി. എന്തിനാണ് വെറുതെ നിന്നവരെ തല്ലുന്നത് എന്ന് ചോദിച്ച ശ്രീജിത്തിനും അടികിട്ടി. ഏതാനും മിനിറ്റുകൾ നീണ്ട മിന്നലാക്രമണത്തിന് ശേഷം പോലീസ് വന്ന വഴിക്ക് പോയി. പരിക്കേറ്റവരെ അവർ വന്ന വാഹനത്തിൽ തന്നെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. സിതാരയുടെ തോളലിന് പൊട്ടലേറ്റിട്ടുണ്ട്. ശ്രീജിത്തിന്റെ തലയ്ക്കാണ് പൊട്ടൽ. ഷിജിന് മേലാസകലം അടിയേറ്റു. CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നതുവരെ ലാത്തി ചാർജിന് പോലീസ് നിസ്സാരവൽക്കരിക്കുകയായിരുന്നു. എന്നാൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്രതിക്കൂട്ടിലായി പോലീസ്.